നിങ്ങളിത് ആദ്യം കണ്ടപ്പോൾ നല്ലൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണെന്നല്ലേ വിചാരിച്ചത്. എന്നാൽ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് പഴം വെച്ച് ഞാൻ ചെയ്തൊരു സ്വീറ്റ് റോളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബനാന ബ്രെഡ് റോളിന് വേണ്ടി ഞാനിവിടെ 2 ബനാന എടുത്തിട്ടുണ്ട്. അതിന് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കൊന്ന് എടുക്കാം കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് നമുക്ക് ഈ ബനാനയെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മുടെ ബനാന അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം ഒരുപാട് വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാം, ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്കൊരു പാത്രത്തിൽ 2 മുട്ട അടച്ച് വാർന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡ് ഞാനൊന്ന് ആവിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ബനാനയുടെ ഫില്ലിങ്സ് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്ത് നമ്മുടെ മുട്ടയുടെ ബാറ്റർ അപ്പുറം ഇപ്പുറം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് ഈ സ്വീറ്റ് ബ്രെഡ് റോൾ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. ചപ്പാത്തിക്കോല് വെച്ചിട്ടാണെങ്കിൽ ചപ്പാത്തിക്കോല് വെച്ച് ആ ബ്രെഡ് ഒന്ന് പരത്തിയെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് ആവിൽ വെച്ച ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും മതി. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് ബ്രെഡ് റോളിനെ ഒന്ന് ഇട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ മതി. പിന്നെ ബ്രെഡ് ക്രംസ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ബ്രെഡ് ക്രംസ് പൊടിച്ചു വെച്ചത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതുപോലെ നമ്മുടെ തേങ്ങ കൂടി ഈ ഒരു ബനാനയുടെ ഫില്ലിങ്സിൽ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എക്സ്ട്രാ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ കൂടി ചേർത്താൽ. അപ്പോൾ ഞാനിനി അത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് ബ്രൗൺ ആയി വരുമ്പം തിരിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് നന്നായിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ബനാനയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. ബ്രെഡും ബനാനയും പിന്നെ പഞ്ചസാര അതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ അതേ ആവശ്യമുള്ളൂ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഫ്രൈ ആയിട്ട് ഞാൻ എടുത്ത് വെച്ച് അടുത്ത രണ്ടാമതും ഞാനത് ഇടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് രണ്ടാമതും ഫ്രൈ ചെയ്യാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അതും അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ. ഒരു ഇഫ്താർ ഡിഷായിട്ട് നമുക്കിതൊരു സ്വീറ്റ് ഡിഷായിട്ട് വെക്കാൻ പറ്റിയൊരു ഐറ്റം ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി പാത്തൂസ് കിച്ചൺ വൈബ്സ് എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ഫീലിങ്സ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് തേങ്ങ കൂടി ചേർത്ത് എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയുവാണ്, ഞാൻ ചേർത്തിട്ടില്ല, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.